ഇന്ന് അത്തമാണ്. ഇന്നേക്ക് 10 ദിവസം കഴിയുമ്പോൾ 10-ാം നാൾ നമ്മളുടെ പൊന്നോണം വരവായി. അപ്പോൾ ഓണത്തിൻ്റെ വരവറിയിക്കുന്ന ദിവസമാണ് ഈ അത്തം. അപ്പോൾ വിപുലമായ അത്തച്ചമയ ആഘോഷങ്ങൾ ഇത്തവണ ഇല്ലെങ്കിൽ പോലും അത്തം പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പൊലിമ കുറയാതെ അത്തച്ചമയ ആഘോഷങ്ങൾ തൃപ്പൂണിത്തുറയിൽ നടക്കും. അപ്പോൾ നമ്മൾ ഇതേ സമയത്ത് തന്നെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. വിജയകുമാർ, ഓണം ഒരു വലിയ നൊസ്റ്റാൾജിയ കാര്യം. നമുക്കൊക്കെ എന്തൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓണമെന്ന് ഒഴിച്ചു വിടുക എന്ന് പറയുന്ന ഒരു സംഭവം. അതിപ്പോ എന്തായാലും കുറച്ച് അതിന്റെ പൊലിമ കുറഞ്ഞാലും അതിലൊരു ആഘോഷവും അതിന്റെ ഒരു സന്തോഷവും ഒക്കെ എന്തായാലും ഉണ്ടാകും. നമ്മളെല്ലാ സങ്കടം ഉണ്ടെങ്കിലും ഓണം നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ, അതാണല്ലോ SKN അല്ലേ, പ്രതീക്ഷയുടെ ഉത്സവം കൂടിയാണ്. അപ്പൊ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം. അവിടെ ഒരു എടക്കാടില് ഒരു വീട്ടില് നമ്മുടെ സമീർ സിമോദ് എത്തിയിട്ടുണ്ട്. അവർ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആ പൂക്കളം ഇടുന്ന അതൊക്കെ ഈ ഓണത്തിന്റെ പൂക്കളം എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല ഓർമ്മയുടെ പൂക്കളമാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഓവർ ടു സമീർ സി മുഹമ്മദ്. SKN വിജയകുമാർ, എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷ നിറവിലേക്ക് മാറുകയാണ്. അത്തം പിറന്നിരിക്കുന്നു. അത്തം 10-ന് തിരുവോണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 10 നാൾ വീടകങ്ങളെല്ലാം തന്നെ, വീട്ടുമുറ്റങ്ങളെല്ലാം തന്നെ ആ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു. പൂക്കളം തീർക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കാടുള്ള അഡ്വക്കേറ്റ് സുരേഷ് കുമാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമുക്ക് കാണാം എല്ലാവരും ചേർന്നുകൊണ്ട് പൂക്കളം തീർക്കുന്നതിൻ്റെ ഒരു ഒരുക്കമാണ്. മുതിർന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ചേച്ചിമാരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത്, പൂക്കളം തീർക്കുന്നത്. നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാട്ടിൻപുറങ്ങളിലെ പാടത്തും പറമ്പിലുമൊക്കെ നടന്ന് പൂക്കളമൊക്കെ ശേഖരിച്ച് ഇങ്ങനെ പൂക്കളം തീർക്കുന്നതിൻ്റെ ഒരു വലിയ ഓർമ്മകളാണ്. നമുക്കിപ്പം ജാനകി അമ്മ ചേരുന്നുണ്ട്. അമ്മ, എങ്ങനെയാണ് ഓണമൊക്കെ, എത്രമാത്രം ഓർമ്മകളാണ് ഇപ്പോൾ കുട്ടിക്കാലത്തിലെ ഓണവും ഈ കാലത്തിലെ ഓണവും ഒക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കുട്ടിക്കാലത്ത് നല്ല ഓർമ്മകളായിരുന്നു. ചെറുപ്പത്തിൽ പൂവട്ടിയെടുത്ത് പൂ പറിക്കാൻ പോവുക. പണ്ട് വാങ്ങിയൊന്നും പൂവിടാറില്ല. നല്ല സന്തോഷമായിരുന്നു. പൂവിൻ്റെ പാട്ടും പാടി പൂവും പറച്ചങ്ങരുതാതെ പോകുമ്പോൾ കണ്ടപ്പനാരുടെ വയലൂടെ പോകുമ്പോൾ, ഇങ്ങനെയുള്ള പല പല പാട്ടുകളും പാടി. ഇപ്പം പൂപ്പറിക്കലൊന്നുമില്ല, നമ്മൾ വാങ്ങി പൂവിടുന്നു. SKN നമുക്കിപ്പോൾ മറ്റൊരാൾ കൂടിയുണ്ട്. അസം സ്വദേശിനിയാണ്. അവരിപ്പോൾ മലയാളത്തിൻ്റെ മരുമകളായിട്ട് ഏറെയായി. ഇപ്പം മലയാളമൊക്കെ നന്നായിട്ട് അറിയാം. അനുപമ, എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? ഓണാഘോഷം പറഞ്ഞാൽ ഞാനിപ്പോൾ കേരളത്തിൽ വന്ന് 28 കൊല്ലമായി. പിന്നെ ഞാൻ വന്നിട്ട് ഓണം കേട്ടിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ പഠിച്ചപ്പോൾ ഓണം കേൾക്കുന്നുണ്ട് കേരളത്തിൽ. ഇവിടെ വന്ന ശേഷം നേരത്തെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല രീതിയിൽ ആഘോഷിക്കലുണ്ട്. അങ്ങനെ നല്ല ഇത് തോന്നുന്നു. കാരണം ഒരു കുറച്ച് ദിവസത്തേക്ക് ആൾക്കാർ എല്ലാവരും ഭയങ്കര എനർജിയിൽ പൂ പറിക്കാനോ അങ്ങനെ ആഘോഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നുണ്ട്. വളരെ നല്ലുണ്ട്. അപ്പം നമുക്ക് മലയാളത്തിലാണോ അസമീ ഭാഷയിലാണോ, എങ്ങനെയാണ് ഒരു പാട്ട് പാടുക? ആസാമിസിലാണ് പാടുക. കാരണം ഇപ്പം മലയാളത്തിലെ നാട്ടിലല്ലേ ഉള്ളത്. അപ്പോൾ ആസാമിസിലൊരു പാട്ട് പാടാം. ഓക്കെ. ഒരു മിനിറ്റ്. এইখনি গাঁও নিচে আপুনিয়াতে দেখোঁ নতুন সপোন, কোনে জুমি চাই জ্যোতিৰ দাপোন, ফুলৰ পাতত সাজোন কাচোন, এই গাঁও নিচে আপোন, এই গাঁও নিচে আপোন. SKN വിജയകുമാർ, വലിയൊരു ആഘോഷത്തിൻ്റെ നാളുകളിലേക്ക് മലയാളികൾ ഒന്നടങ്കം എത്തുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പൂവിടുന്നതാണ്. ഇനിയുള്ള 10 ദിവസവും വീടുമുറ്റം ഇത്തരത്തിലുള്ള പൂക്കളാൽ നിറയും. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ വട്ടത്തിലും അതുപോലെ തന്നെ ഇടുന്ന പൂക്കളിലുമൊക്കെ വ്യത്യസ്തമുണ്ടാവും. അതുപോലെ തെക്ക് വടക്ക് മധ്യ ഭാഗങ്ങളിലൊക്കെ തന്നെ പൂക്കളത്തിനൊക്കെ വൈവിധ്യമുണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും മലയാളികൾ ഒന്നടങ്കം ഒരുപോലെ ആ ആഘോഷ മൂഡിലേക്ക് എത്തുകയാണ്. പൂക്കളം തീർക്കുന്നതിൻ്റെ തിരക്ക് തന്നെ നഗര ഗ്രാമ ഭേദമന്യേ ഒരുപോലെ നമുക്ക് കാണാനാവുന്നുണ്ട്. എന്തായാലും ആ ഒരു അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വീട്ടിലും എല്ലാവരും ചേർന്നുകൊണ്ട് പ്രായഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട് പൂവിടുന്ന ആ ഒരു മനോഹര കാഴ്ച തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമുക്ക് പങ്കുവെക്കാനുള്ളത്. SKN വിജയകുമാർ. എടക്കാട്ടിൽ നിന്ന് സമീർ സി മുഹമ്മദ് ആയിരുന്നു. അതവിടെ പൂക്കളൊക്കെ ഇടട്ടെ അല്ലേ?